നോമ്പുകാലത്തുണ്ടാകുന്ന ചില സംശയങ്ങളും അതിനുള്ള മറുപടികളും ചുരുങ്ങിയ രൂപത്തിൽ കേട്ടാലോ? ഒന്നാമത്തെ ചോദ്യം, നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? ഷാഫിഈ മദ്ഹബ് പ്രകാരം എല്ലാ ദിവസവും രാത്രി നീയത്ത് വെക്കേണ്ടതുണ്ട്, സുബഹിക്ക് മുമ്പായിട്ട്. ചിലർ ചോദിക്കാറുണ്ട്, സുബഹിക്ക് മുമ്പ് വെക്കുമ്പോൾ നവൈത്തു സൗമഗദിൻ, നാളത്തെ നോമ്പ് എന്നെങ്ങനെ പറയാമെന്ന്. സുബഹി മുതലാണ് നോമ്പ് കണക്കാക്കുക. അത്താഴ സമയത്താണ് വെക്കുന്നത് എങ്കിലും നവൈത്തു സൗമഗദിൻ എന്ന് തന്നെയാണ് നീയത്ത് വെക്കേണ്ടത്. ചോദ്യം നമ്പർ 2, അത്താഴം കഴിക്കേണ്ടതുണ്ടോ? അത്താഴം കഴിക്കൽ വലിയ സുന്നത്തുള്ള കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു കീറ് കാരക്കയോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കഴിച്ചിട്ട് അത്താഴ സമയത്ത് ബറക്കത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന്. മൂന്നാമത്തെ ചോദ്യം, നോമ്പുകാരൻ കുളിക്കേണ്ടത് എപ്പോഴാണ്? മറുപടി, കുളിക്കൽ ഏറ്റവും നല്ലത് രാത്രി സമയത്താണ്. ഇനി പകല് കുളിക്കുന്നുണ്ട് എങ്കിൽ ആ സുന്നത്തായ കുളി കുളിക്കേണ്ടത് ളുഹറിന് മുമ്പായിട്ടാണ് വേണ്ടത്. ഫർദ് കുളിക്ക് പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോഴാണോ ഫർദാകുന്നത്, വാജിബാകുന്നത്, പെട്ടെന്ന് തന്നെ കുളിക്കാൻ ശ്രമിക്കുക. നാലാമത്തെ ചോദ്യം, ഇഞ്ചക്ഷൻ പോലത്തെ നോമ്പുകാരൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. അത്യാവശ്യ ഘട്ടം എന്ന് വന്നാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് നോമ്പിനൊരു കുഴപ്പവും വരികയില്ല. അഞ്ചാമത്തെ ചോദ്യം, നോമ്പുകാരൻ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയോ? ഷാഫി മദ്ഹബ് പ്രകാരം ഛർദ്ദിച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് ബാത്തിലായി പോകും. അതേപോലെ തന്നെയാണ് മനീ പുറപ്പെടുക. ഉറക്കത്തിൽ സ്ഖലനം സംഭവിച്ചു പുരുഷന്മാർക്ക് മനീ പുറപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ മനഃപൂർവ്വമല്ല എങ്കിൽ നോമ്പ് ബാത്തിലാവുകയില്ല. മനഃപൂർവ്വമാണ് എങ്കിൽ നോമ്പ് ബാത്തിലായി പോകും, കുറ്റക്കാരനുമാണ്. നോമ്പ് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇനി ഒരിക്കലും സുഖപ്പെടാത്ത രോഗത്തിലാണ് ഉള്ളത് എങ്കിൽ ആ നോമ്പിന് പകരം മുദ്ദ് കൊടുത്താൽ മതിയാവും. ഓരോ നോമ്പിന് ഓരോ മുദ്ദ്. ഏകദേശം 650-700 ഒക്കെ ഗ്രാം അരിയാണ് ഒരു മുദ്ദായി കണക്കാക്കപ്പെടുക. അല്ലാത്ത പക്ഷം ഇനി സുഖപ്പെടും എന്നുള്ള രോഗമാണ് ബാധിച്ചത് എങ്കിൽ അയാൾക്ക് തൽക്കാലം നോമ്പ് ഒഴിവാക്കാനുള്ള അനുവാദമുണ്ട് എങ്കിലും പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടണമെന്നും അടുത്തൊരു റമദാന് മുമ്പ് ഖളാ വീട്ടി തീർന്നിട്ടില്ല എങ്കിൽ പിറ്റേന്ന് റമദാന് ശേഷം ഓരോ മുദ്ദ് ഈ നഷ്ടപ്പെട്ട നോമ്പിന് കണക്കാക്കി കൊടുക്കുകയും ചെയ്യണം എന്നാണ് മസാല. ഗർഭിണികളായ സ്ത്രീകൾ, അതുപോലെ പാലൂട്ടുന്ന സ്ത്രീകൾ, അവരുടെ നോമ്പ് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? മറുപടി, സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും കേടുവരും എന്ന് ഭയന്നിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ അവർക്ക് നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അതിന്റെ പേരിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല. എന്നാൽ കുട്ടിയുടെ ആരോഗ്യമോ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നത് എങ്കിൽ അവർക്ക് ആ നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ മുദ്ദ് കൊടുക്കുകയും വേണം, ഖളാ വീട്ടുകയും വേണം. അതുപോലെ തന്നെയാണ് ചോദിക്കപ്പെടുന്നത്, തറാവീഹിന് നിയ്യത്ത് വെക്കേണ്ടത്. തറാവീഹ് 20 റക്അത്തുകൾ, ഓരോ 2 റക്അത്തുകൾക്ക് വേണ്ടിയും തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. തുടങ്ങി നോമ്പിന്റെ മസലകൾ പലതും നമ്മൾ അറിയേണ്ടതുണ്ട്. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് പല സംശയങ്ങളും നമുക്കുണ്ടാകാം. നിങ്ങളുടെ സംശയങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തിയാൽ ഇനി പറയാൻ വിട്ടുപോയത് വല്ലതും ഉണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ പറയാം. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.